ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ജയ്സൽമീർ പോയതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ടിനകത്ത് ഞാൻ തനോട്ടുമാത മന്ദിറിൽ വരെയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇനി നമ്മൾ പോകുന്നത് തനോട്ട് മന്ദിർ ദേവി മാതാ ടെമ്പിളിൽ നിന്ന് നമുക്ക് ബോർഡറിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ഒരു 30 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളത് പോയില്ലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങോട്ട് പോകാൻ നമുക്കവിടെ പാസ്സൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചില്ല അവിടെ നിന്നാണ് പോകുന്നതെന്ന്. തിരിച്ച് നമ്മൾ അവിടെ നിന്നൊരു 40 കിലോമീറ്ററിനകത്ത് നമ്മുടെ ലോങ്കേവാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ വാർ മെമ്മോറിയലാണ്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ വിചാരിച്ച അവിടെ നിന്നായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ തനോട്ടുമാത മന്ദിറിൽ നിന്നാണ് നമ്മുടെ ബോർഡറിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ലോങ്കേവാലയ്ക്ക് വരുവാണ്. അവിടെ ആണെങ്കിൽ വാർ മ്യൂസിയം 5 മണി വരെ ഉള്ളൂ. ഒരു മ്യൂസിയം ഉണ്ട്, മെമ്മോറിയലും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പം ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആവശ്യത്തിന് ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവരണം. ഇവിടെ ആണെങ്കിൽ അങ്ങനെ അടുത്ത് ഫുഡൊന്നും കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരണം. പോകുന്ന വഴിക്കാണെങ്കിലും കടകളും ഒന്നുമില്ല. ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. റോഡ് പക്ഷേ അടിപൊളിയാണ്. പിന്നെ 2 സൈഡിലും ഇങ്ങനെ ഡെസേർട്ട് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കെങ്ങാണോ ഒരു വണ്ടിയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം ഡെസേർട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും അങ്ങനെയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. പക്ഷേ നല്ല രസമാണ്, നല്ല കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് ഇങ്ങനെ ആരാംസെ പോകാൻ പറ്റും വണ്ടിക്കകത്ത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് പെട്രോൾ പമ്പൊന്നും കിട്ടത്തില്ല. പെട്രോൾ പമ്പിന് നമുക്ക് കടകളിൽ നിന്നൊക്കെ അല്ലാതെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. നമ്മളിപ്പം വാർ മെമ്മോറിയലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം ടൂറിസ്റ്റുകാർ ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അപ്പോഴും നമുക്ക് തണുപ്പ് സമയമായതുകൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഈ ഒക്ടോബർ ആകുമ്പോഴാണ് സീസൺ സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ നമ്മളിപ്പം വാർ മെമ്മോറിയലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ പോസ്റ്റിലെ ലൈറ്റൊക്കെ സോളാറിൻ്റെ ആണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ലൈറ്റിനും മുകളിലും സോളാർ പാനലിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട് അത്. അപ്പം വഴിയെല്ലാം നല്ല ക്ലീനുമാണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവർ മാത്രമേ അധികം അങ്ങോട്ട് പോകുന്നുള്ളൂ. അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെ ഈ ആടിനെ മേച്ച് നടക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളപ്പം മെമ്മോറിയലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്ന് അവിടെ ലോങ്കേവാല വാർ മെമ്മോറിയൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം സീസൺ ആയതുകൊണ്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് 2 സൈഡിലും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പ്രതിമയും പിന്നെ അവരുടെ പേരും അവർ ചെയ്ത കാര്യങ്ങളും അവർക്ക് കിട്ടിയ അവാർഡുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവരുടെ ആ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായിട്ടൊരു മെമ്മോറിയൽ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്താണെങ്കിൽ ജയ് ജവാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഫീലിംഗ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നൊക്കെ തോന്നുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ മനസ്സിലാവുന്നത്, ഫീലിംഗ് പ്രൗഡ് ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ 1971 ഡിസംബർ 4ഉം 5ഉം ഒക്കെ ആയിരുന്നു വാർ നടന്നത് ആ സമയത്ത്. അപ്പം പഞ്ചാബ് റെജിമെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു അത് യുദ്ധം നടത്തിയത്, പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടിയത്. അപ്പം നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ 200 പട്ടാളക്കാരും പാകിസ്ഥാനിൽ നിന്നുള്ള 200 അല്ല 120ഓളം പട്ടാളക്കാരും പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള 2000ഓളം പേരും ചേർന്നിട്ടാണ് അവർ തമ്മിലാണ് യുദ്ധം നടന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ലോങ്കേവാല യുദ്ധസ്ഥൽ എന്ന് പറഞ്ഞിട്ട് ഒരു കവാടമൊക്കെ കാണാൻ പറ്റും. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അവിടെയാണ് നമുക്ക് മ്യൂസിയം ഉള്ളത്. പിന്നെ അവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്.
പിന്നെ അവിടെ ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ യുദ്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററിയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ അവിടെ ഒരു അശോക സ്തംഭം, അതിന് ചുറ്റുമായിട്ട് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഓരോരുത്തരുടെയും പ്രതിമയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് പോലെ കാണാൻ പറ്റും, 4 ആരോ വെച്ചിട്ട് അങ്ങോട്ടേക്കുള്ള ദൂരങ്ങൾ. നമുക്കിനി ബോർഡറിലോട്ട് അവിടുന്ന് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ജയ്സൽമീർ പോകാൻ 108 കിലോമീറ്റർ അങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ടാങ്ക് എന്ന് പറയുന്നത് അന്ന് യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ട് പിടിച്ചു വെച്ച ടാങ്കാണിത്. അപ്പം ആ ടാങ്ക് എന്ന് പറയുന്നതിൻ്റെ പേര് T-59 ടാങ്ക്, പാകിസ്ഥാൻ T-59 ടാങ്ക് എന്നാണ്. അപ്പം ഇതിൻ്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ് അവർ വെച്ചിരിക്കുന്നത്, കാരണം നമ്മൾ പിടിച്ചെടുത്തതായതുകൊണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഓഡിയോ വിഷ്വൽ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്, അത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വിശാലമായിട്ടുള്ള ഡെസേർട്ട് കാണാൻ പറ്റും. ഇവിടെ ആയിരുന്നു ആക്ച്വലി ഇന്ത്യയും പാകിസ്ഥാനും കൂടെ 1971 ഡിസംബർ 4-5 ദിവസങ്ങളിലൊക്കെ വാറ് നടന്ന ആക്ച്വൽ പ്ലേസ് ഇതായിരുന്നു. അപ്പം അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് നേരെ ടാങ്ക് കയറി ഇങ്ങ് വന്ന് ഇവിടെ പട്ടാളക്കാരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ പിടിച്ചടക്കി ജോധ്പൂർക്ക് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യക്കാരെല്ലാം കൂടെ അവരെ ചേർന്ന് അടിച്ചിട്ടു. അവർ വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് വന്ന യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് പാകിസ്ഥാൻ ഇവിടെ ഇട്ടിട്ട് പോയ വണ്ടിയൊക്കെയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ രാവിലെ ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീർ വന്നിട്ട് ലോങ്കേവാലയിലും വന്നിട്ട് രാത്രിയിലാകുമ്പോഴത്തേക്ക് ജോധ്പൂരും കഴിഞ്ഞ് ഡൽഹി എത്താമെന്നും പറഞ്ഞൊക്കെ വന്നതാണ്. പക്ഷേ വണ്ടി ഇവിടം വരെ എത്തിയുള്ളായിരുന്നു. അങ്ങനെ അന്നത്തെ പോലെ തന്നെ വണ്ടി അങ്ങനെ ഇട്ടേക്ക് തന്നെ. വണ്ടിയിലെ പാർട്സ് എല്ലാം പോയിട്ടുണ്ട്, പക്ഷേ അത് പെയിൻറ് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് അന്നത്തെ കാലത്ത് നിർമ്മിച്ച ബങ്കറുകളാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി അങ്ങോട്ട് ഒളിച്ചൊളിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതൊരു ബങ്കറാണ്. അങ്കിത്തോബിയൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. മണലിനകത്ത് കിടന്ന് ഓടി ആണെങ്കിൽ. ഇപ്പോൾ ചൂട് വലുതായിട്ടില്ല, തണുപ്പ് ചെറുതായിട്ടുള്ളത് കൊണ്ട് ചൂട് വലുതായിട്ടില്ല. അല്ലെങ്കിൽ ചൂട് സമയമാണെങ്കിൽ നമുക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല ഈ മണലിനകത്തൂടെ. തണുപ്പായതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. വെയിലുണ്ട്, പക്ഷേ വെയിലിനനുസരിച്ച് ചൂടില്ല. അപ്പം ഇതും ഒരു ബങ്കറാണ്. ഇവിടെ പട്ടാളക്കാരിരുന്ന് ഒളിച്ചിരുന്ന് യുദ്ധം വെടിവെക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പം അങ്ങനെ ഇതിനകത്തുമൊക്കെ കയറി കണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നിന്ന് പട്ടാളക്കാർ നിന്ന് വെടിവെക്കും. അവരുടെ മോഡലുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ സ്ഥലങ്ങൾ അങ്ങോട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ നടന്നു പോയുള്ളൂ, എല്ലാ പോസ്റ്റിലൊന്നും പോയില്ല. അങ്ങനെ കുറേ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാലും അല്ലാതെ പുറത്തുനിന്ന് നോക്കിയാലും നമുക്ക് ഈ വഴി കാണാൻ പറ്റത്തില്ല. റോഡിൽ നിന്ന് നോക്കുമ്പോൾ നിരപ്പായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് പിന്നെ അടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വഴികൾ കാണാൻ പറ്റത്തുള്ളൂ. हाँ, ये है वो अपना ജംഗ के ऊपर पार किया उसके ऊपर അന്ന് മുതൽ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇത്. അതിന് മുമ്പ് ഉണ്ടാക്കിയതാണ് അത്. ഇതിപ്പോ ഇത് മോഡിഫൈഡ് ചെയ്തത്. मिट्टी लंबी हो गई। अभी हमारा माना इक्वल हो गया। तूने पहले जान दे दे हमें आज मार अटकी रेडा भी വെള്ളം കുറവാടാ. നോ വാട്ടർ സോ ए गुजरने वाले हवा जरा
അവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് വന്ന് പിന്നെ അടുത്ത് നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറി. മ്യൂസിയത്തിലാണെങ്കിൽ അന്നത്തെ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന തോക്കുകളും പിന്നെ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവരുടെ തൊപ്പി, കോമ്പസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഫോട്ടോസുകൾ കുറേ ഉണ്ട്. പിന്നെ അവിടെ യുദ്ധത്തിന് യുദ്ധം നടത്തിയ പട്ടാളക്കാരുടെ പേരും ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ 2 പ്രതിമകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 പേരായിരുന്നു. ഒന്ന് ജഗ്ജീവ് സിംഗ്, ഒന്ന് വേറെന്തോ ഒരു പേരായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ പ്രതിമ പോലെ അവിടെ ആക്കി വെച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പാകിസ്ഥാൻ്റെ ടാങ്കുകളാണ്, പിടിച്ചെടുത്ത ടാങ്കുകളുടെയൊക്കെ ഫോട്ടോകളൊക്കെയാണ്. അങ്ങനെ അപ്പം നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഇനി വരുന്ന പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരവസരമാണ്. നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നൊക്കെ പിന്നുള്ള വരുന്നവർക്കുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളൊക്കെയാണ്, ഇത്രയും വലിയ തോക്കുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം പിന്നെ ഇവർ പ്രധാനമായിട്ടും 2 പേരായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ഒന്ന് ജഗ്ജീവ് സിംഗ് എന്നുള്ള പേരായിരുന്നു തോന്നുന്നു, മറ്റേ വേറെ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ അവരുടെ 2 പേരുടെയും പ്രതിമ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ടാങ്കിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളും പിന്നെ വെടിയുണ്ട കൊണ്ട് ലോങ്കേവാല യുദ്ധസ്ഥലം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതും ഒക്കെ കാണാൻ രസമുണ്ട്. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ, കുറച്ചൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ പോയി ചായ ഇല്ലായിരുന്നു, കോൾഡ് കോഫി ഉണ്ടായിരുന്നു. അവിടെ പോയി കോൾഡ് കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ പോയി ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ നമുക്ക് ഈ സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ സുവനീറും പിന്നെ ഒരു ടാങ്കിൻ്റെ ഒരു മോഡലുള്ള ഒരു കീ ചെയിനും വാങ്ങിച്ചു. അത് 2 മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ ആണെങ്കിൽ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വ്യൂ പോയിൻ്റ് കാണാനാണെങ്കിൽ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോയി ചെന്ന് വിടും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ നമ്മൾ ആ വണ്ടിക്കകത്ത് കയറിപ്പോയി വ്യൂ പോയിൻ്റൊക്കെ കണ്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ല, അവിടെ ഒരു വ്യൂ പോയിൻ്റ്, ലോങ്കേവാല വ്യൂ പോയിൻ്റ് 0 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഡെസേർട്ട് പോലുണ്ട്, അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോരുകയും ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ നിന്നാലോ കുറച്ച് അത്യാവശ്യം സൺസെറ്റൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും. നമ്മൾ ഇച്ചിരി കണ്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാരെ കൊണ്ട് വണ്ടി വരും. പിന്നെ നമ്മൾ ആ വണ്ടിക്കകത്ത് തിരിച്ച് പോരുകയും ചെയ്യും. അപ്പം കുറച്ച് ഡെസേർട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന കാണാം. പിള്ളേർക്കൊക്കെ ചാടിക്കളിക്കാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് ഷോയൊക്കെ കാണും അവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ലോങ്കേവാല കഫേ, ഇന്ത്യാസ് ലാസ്റ്റ് വെസ്റ്റേൺ ബോർഡർ കഫറ്റീരിയ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചേക്കുന്നു. അപ്പോൾ ഭാരത് കാ ആഖിരി കഫേ ഇസ്കെ ബാദ് റഹീം യാർ ഖാൻ ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് ഇത്രയൊക്കെ ദൂരമുള്ളതെന്ന് എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഒരു സൺസെറ്റ് ആവാറായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും റിസോർട്ടിലെത്തുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ കാണാനേ പറ്റുള്ളായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് സാമിലോട്ട് പോവാണ്. സാമിൽ ഡെസേർട്ട് സഫാരിയൊക്കെയുള്ള സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പം ഇത്രയും വിശാലമായിട്ട് റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുറച്ച് വണ്ടി ഓടിച്ചു. കുറേ നാളായിരുന്നു ഓടിച്ചിട്ട്. അപ്പം പേടിയുണ്ടായിരുന്നു കുറച്ച് ഓടിക്കാൻ. അപ്പം ആളും പേരൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് കുറച്ച് നമുക്ക് ഓടിക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് പോയി. പിന്നെ മുഖത്ത് പേടിയുണ്ട്, പക്ഷേ സന്തോഷമുണ്ട് ഓടിക്കുന്നതിൻ്റെ. അധികം വണ്ടി വരാത്തതുകൊണ്ട് പേടിയൊന്നും ഇല്ല, ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോവാണ്. കുറച്ച് നേരം ഓടിച്ചേട്ടോ, 3/4 മണിക്കൂറോളം ഓടിച്ചെന്ന് തോന്നുന്നു.
ഹസ്ബൻഡ് 100, 120 എന്ന് പറഞ്ഞ് പോകുന്ന സ്പീഡിനകത്താണെങ്കിൽ നമ്മളിവിടെ 50, 60 ഒക്കെ പോകും. അത് തന്നെ എനിക്ക് വലിയ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് ഓടിക്കുമ്പോൾ അങ്ങ് പേടിയൊക്കെ മാറും കേട്ടോ. കുറേ നാളായി ലൈസൻസൊക്കെ എടുത്ത് ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. സൈഡിലിരുന്ന് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. പിന്നെ അധികം തിരക്കില്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ മാത്രമേ ഓടിക്കാൻ തരത്തുള്ളൂ. എന്നെ പേടിയാണ് ഓടിപ്പിക്കാൻ. എന്നെ ഓടിപ്പിക്കാൻ പേടിയാണ്. അങ്ങനെ നമ്മൾ ഓടി ഹൈവേ എന്നൊക്കെ മാറി സൈഡ് റൂട്ടൊക്കെ കയറി വന്നു. ഇപ്പം നമ്മളൊരു ഒറ്റപ്പെട്ട വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഈ വഴിയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും അതുവഴി പോകണ്ട, ഇരുട്ടാ, നമുക്ക് പോകണ്ട, നേരെ ഹൈവേ മാത്രം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ബൈ റൂട്ടൊക്കെ കയറി സാമിലോട്ട് പോവുകയാണ്. അപ്പം ഫ്രണ്ടിൽ നമുക്കൊരു ഡെസേർട്ട് സഫാരി നടത്തുന്ന ഒരു സ്കോഡ് ബൈക്കോ അങ്ങനത്തെയൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഏതാണ്ട് വണ്ടിയാണ് പോകുന്നത്. അപ്പം നമ്മളങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വഴിയിലൊന്നും ലൈറ്റും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു സിറ്റിയിലെത്തി. ആ സിറ്റിയിൽ കുറേ ചോദിച്ചിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമുക്കൊരു റിസോർട്ടുകളൊക്കെ കുറേ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ട ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമായിരുന്നു. അപ്പോൾ ആദ്യം കണ്ടെടുത്ത് തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ജയ്സൽമേർ ട്രിപ്പിൻ്റെ 3rd പാർട്ടായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.